നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള അവിടത്തെ കാണാനുള്ള സൗഭാഗ്യത്തിന് അവിടുന്ന് വെച്ച കണ്ടീഷൻ എന്താ? ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ. ഒരാളോട് വെറുപ്പില്ലാതെ മോനെ ജീവിക്കണം. ഒരാളോട് വെറുപ്പില്ലാതെ. നമുക്ക് ഒരാളോട് എങ്ങനെ വെറുപ്പ് തോന്നുന്നത്? ശരിക്കും വെറുപ്പ് തോന്നാനുള്ള ഒരു കാരണം, ഒന്നിക്കിൽ നമുക്ക് കിബർ ഉണ്ടാവും, അല്ലെങ്കിൽ അയാളോട് അസൂയ ഉണ്ടാവും. രണ്ടും നമ്മുടെ പ്രശ്നമാണ്. ഒന്നിക്കിൽ അയാളോട് നമുക്ക് അസൂയ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അയാളോട് വെറുപ്പ് തോന്നാനുള്ള കാരണം നമുക്ക് കിബറായിരിക്കും. അതാണ് അതിന്റെ കാരണം ഉണ്ടാവും. ഒരാളെ കാണുമ്പോൾ നമുക്ക് മോശം വിചാരം വരുന്നു. ഉദാഹരണത്തിന്, അയാൾ എപ്പോഴും ഉസ്താദ്മാരെ മുമ്പിൽ വലിയ ആളാൻ കളിക്കുന്ന ആളാണ്, ബാഡ്ജ് കിട്ടാൻ ശ്രമിക്കാൻ വലിയ കഴിവുള്ള ആളാണ്, സ്റ്റേജിൽ തന്നെ ഇരിക്കണം എന്ന് മൂപ്പർക്ക് ഭയങ്കര പൂതിയുണ്ട്. എനിക്ക് അൽഹംദുലില്ലാ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വലിയ രോഗമാണ് സത്യത്തിൽ. ഈ തസ്കിയത്തുൻ നഫ്സാണ് അത്തരക്കാർക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു ചിന്ത വരും. ഇബ്ലീസ് ലഅനഹുല്ലാഹ് എല്ലാ മനുഷ്യന്മാരെയും പിഴപ്പിക്കാൻ ശ്രമിക്കും. സർവരെയും എല്ലാ മനുഷ്യന്മാരെയും ഇബ്ലീസ് ശ്രമിക്കും. കാരണം ഇബ്ലീസിന് അറിയാം ഓരോരാളെ എങ്ങനെയാ പറ്റിക്കേണ്ടത്. മുസൈലിമിനെ എങ്ങനെ പറ്റിക്കേണ്ടത് മൂപ്പർക്ക് ടിപ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പര് 1,00,000-ലധികം നബിമാരെ കാലത്ത് ജീവിച്ചോണ്ട് തന്നെ എല്ലാ ഉടായിപ്പും മൂപ്പർക്ക് അറിയാം. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ കുഴപ്പമില്ല എന്ന തോന്നൽ. ആ തോന്നൽ എന്നാണോ വരുന്നത് അന്ന് ഇബ്ലീസ് തിരിച്ചു പോകും. അപ്പൊ ശൈത്താന്മാരായ പേരക്കുട്ടികളും മക്കളൊക്കെ ചോദിക്കും, ഉപ്പാപ്പ അയാളെ പറ്റിക്കാനാണല്ലോ രാവിലെ തന്നെ പാന്റും സൂട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നത്, പറ്റിക്കണില്ലേ? ഇല്ല. എന്തേ? അയാൾ ഒന്നിച്ചു കൂടിയാൽ ഞാൻ തന്നെ കുറച്ചും കൂടി കുഴപ്പമാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി മണ്ടനാണ്, ഇനി മരമണ്ടനാവാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ എന്നെക്കാൾ വലിയ ആളായിട്ടുണ്ട്. കാരണം അയാൾക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ സെക്രട്ടറി ആയ കാലത്ത്, ഞാൻ പ്രസിഡന്റായ കാലത്ത് തോന്നിയിട്ടുണ്ട്. അത് തോന്നി തുടങ്ങിയാൽ നമ്മളെ നാശം തുടങ്ങിയിരിക്കുന്നു. അതാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൽ ഫഖ്റ ഇലൽ മീസാൻ. മോനെ, നീ ചെയ്ത അമല് മീസാനിൽ വെക്കാൻ പറ്റുന്ന അമലാണോ എന്ന് നോക്കിയിട്ട് മതി ഈ ഫഖ്ർ വർത്താനൊക്കെ. അത് അവിടുന്ന് മതി, ഇവിടുന്ന് മിണ്ടണ്ട. നമുക്ക് നമ്മളെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകുമ്പോഴാ വേറൊരാളെ കുറിച്ച് മോശം ചിന്ത വരിക. അതിന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം എന്താണ്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെയാണ്. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ കണ്ണാടി നോക്കിയാൽ കണ്ണാടിയുടെ ചിത്രമല്ല നമ്മൾ കാണുക, പിന്നെ നമ്മുടെ ചിത്രമാണ് കണ്ണാടിയിൽ കാണുക. നമ്മുടെ ചിത്രമാണ് കണ്ണാടിയിൽ കാണുക എന്നപോലെ വേറൊരു മുഅ്മിൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ണാടിയാണ്. ആ മുഅ്മിനെ കുറിച്ച് കാണുമ്പോൾ ആ മുഅ്മിനെ കുറിച്ച് നിനക്ക് മോശം വിചാരമുണ്ടെങ്കിൽ ആ മുഅ്മിൻ എന്ന കണ്ണാടിയിലൂടെ നിന്നെയാണ് നീ കാണുന്നത്. നിന്റെ ഹൃദയത്തിന്റെ വൃത്തികേട് കൊണ്ടാണ് അയാൾ പൈസന്റെ ആളാണ്, അയാൾ സ്റ്റേജിന്റെ ആളാണ്, അയാൾ ബാഡ്ജ് കിട്ടാൻ വേണ്ടിയാണ് അവിടെ കണ്ടിരിക്കുന്നത് എന്ന തോന്നൽ വരുന്നത് അൽ മർഉ യഖീസു അലാ നഫ്സിഹി, നിന്റെ ഹൃദയം കേടുവന്നതുകൊണ്ടാണ്.